ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ദിവസങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ചില മാസങ്ങളിലെങ്കിലും അത് ട്രിപ്പിൾ ലൈഫും ക്വാഡ്രപ്പിൾ ലൈഫും ഒക്കെ ആവാറുണ്ട്. Over the last 16-17 years, most of my days were spent writing code, optimizing SQL queries, ഫാക്ട് ടേബിളുകളും ഡയമെൻഷൻ ടേബിളുകളുമായിട്ട് ഞാൻ മൽപ്പിടുത്തം നടത്തി. അന്ത്യമില്ലാത്ത എക്സൽ ഷീറ്റുകളിലെ ഡാറ്റകളിലും ഫിഗറുകളും ഒക്കെ ഞാൻ അനലൈസ് ചെയ്തു. ഡെക്കുകൾ ഉണ്ടാക്കി പ്രസന്റ് ചെയ്തു. ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു. ഇതേ രാത്രികളിൽ ഞാൻ ശ്രമിച്ചത് ഒരു റൈറ്റർ ആവാനും സ്ക്രീൻ റൈറ്റർ ആവാനും ഒക്കെയാണ്. സോ ഐ റോട്ട് സ്റ്റോറീസ്. ഞാൻ സിനിമകളെ കുറിച്ച് ആലോചിച്ചു. സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകൾ എഴുതി. സിനിമയെക്കുറിച്ചുള്ള കഥകൾ എഴുതി. കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്തു. അവരുടെ ഭൂതഭാവി വർത്തമാനങ്ങളിലൂടെ അവരുടെ ഒപ്പം സഞ്ചരിച്ചു. അവർക്ക് വേണ്ടി സംസാരിച്ചു. ചില കഥാപാത്രങ്ങളെ നിർദാക്ഷിണ്യം ഞാൻ കൊന്നുകളഞ്ഞു. മറ്റു ചില കഥാപാത്രങ്ങളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. സോ ഇൻ ഷോർട്ട്, എൻ്റെ ഒരു ലോകം എന്നത് വളരെ ഓർഗനൈസ്ഡ് ആയ, വളരെ ടൈം ബൗണ്ട് ആയ, വളരെ പ്ലാൻഡ് ആയ ഒന്നായിരുന്നെങ്കിൽ ദ അതർ വേൾഡ് വാസ് ദ എക്സ്ട്രീം ഓപ്പോസിറ്റ്. അവിടെ പ്ലാൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ ടൈം ലിമിറ്റുകൾ ഉണ്ടായിരുന്നില്ല. നത്തിങ് വാസ് ഡോക്യുമെന്റഡ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലാണ്. ആൻഡ് ആ ചിന്തകൾക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ തോട്ട്സും ഇമാജിനേഷനും ഒക്കെ എത്ര വേണമെങ്കിലും വൈൽഡായിട്ട് പോകാം. And over the last couple of years, I wore the hat of a producer too. And that's the epitome of chaos. എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിങ്ങൾ ഒരുപാട് പുതിയ ആളുകളെ കാണുന്നു, പുതിയ സാഹചര്യങ്ങൾ നേരിടുന്നു. എവറി ഡേ വാസ് ഡിഫറെൻറ്റ്, എവറി മൊമെന്റ് വാസ് എ ലേണിംഗ്. ഇതിനെല്ലാം പുറമെ എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണൽ വേൾഡ് കൂടിയുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ കുട്ടികളുണ്ട്. I have my friends, my social circle. ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്ന ആക്ടിവിറ്റീസ്, സോഷ്യൽ കോസസ്, ഇനീഷ്യേറ്റീവ്സ്, അങ്ങനെ ഇത്രയും ഞാൻ ഒരു ആമുഖമായി പറഞ്ഞത് സോ ദാറ്റ് യു ഗെറ്റ് എ ജിസ്റ്റ് ഓഫ് മൈ ഡേ ടു ഡേ ലൈഫ്. എത്രത്തോളം ഹെക്റ്റിക് ആണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ ഒരു ഹെക്റ്റിക് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ് ബ്രിങ്സ് ഇൻ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, സെൽഫ് ഡൗട്ട്സ്, struggles, confusions, like is this the right way of doing things? നമ്മളിങ്ങനെ ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവണോ, അതോ ഇതിനെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു വൺ സിംഗിൾ പാത്തിലേക്ക് ഫോക്കസ് ചെയ്യണോ, കരിയർ ഓറിയന്റഡ് ആവണോ, അങ്ങനെ ആവണ്ടേ എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഡെയിലി ബേസിസ് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രൈഡ് ദാറ്റ്. എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ലൈനിൽ പോകാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് 2003. 2003 ഞാൻ എൻ്റെ SSLC എഴുതുന്ന വർഷമാണ്. 2003 അല്ലെങ്കിൽ 2000-ന്റെ ആദ്യ കാലഘട്ടങ്ങൾ വരെ 10ാം ക്ലാസ് പഠിച്ചവർക്ക് അറിയാം, നമ്മുടെ ഹോൾ സ്കൂൾ ലൈഫ് ഈ 10ാം ക്ലാസ് SSLC എന്നൊരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ മേടിക്കുന്ന മാർക്കാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. ഇന്നത്തെ പോലെ 99.99% വിക്ടറി ഒന്നും വന്ന് SSLCക്ക് ഇല്ല. അപ്പം പരീക്ഷ തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന റുട്ടീനൊക്കെ നിർത്തി. സോ മൈ യൂഷ്വൽ റുട്ടീൻ വാസ് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരും. 4:30 ആകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട്. ഞാൻ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കും 2.5 മണിക്കൂർ. ഒരു 6:37 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എക്സാം ആണ്, SSLC ആണ്. അപ്പോൾ കളിയൊക്കെ നിർത്തണം. കളിയൊക്കെ നിർത്തി ഞാൻ SSLC എക്സാം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം സ്റ്റേഡിയത്തിൽ പോയി എൻ്റെ ടീമിനോട് യാത്ര പറഞ്ഞു. അപ്പോൾ അവരും ഇതേ അപ്ബ്രിങ്ങിങ്ങിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെനിക്ക് ബെസ്റ്റ് വിഷസ് പറഞ്ഞു, എക്സാമിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു. അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയ ഞാൻ ഒരു എക്സാം എഴുതി, 2ാമത്തെ എക്സാം എഴുതി. 3ാമത്തെ എക്സാമിൻ്റെ ദിവസം എക്സാം കഴിഞ്ഞ് വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും 4 മണിയായപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. 4:30 ആയപ്പോൾ ഞാൻ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. എക്സാമിന്റെ പ്രഷർ ആയിരിക്കുമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ മൈ മോം റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് നത്തിങ് ബട്ട്
എൻ്റെ റുട്ടീനിൽ നിന്ന് മാറിയതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ അമ്മ എന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും പഠിച്ചത് മതി, നീ 4:30 ആകുമ്പോൾ കളിക്കാൻ പോക്കോ, ഒരു 6:30 ആകുമ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡിഡ് മേക്ക് ഡിഫറൻസ്. ഞാൻ 4:30 കളിക്കാൻ പോയി, 2 മണിക്കൂർ കളിച്ചു, തിരിച്ചു വന്നു, റീചാർജ്ഡ് ആയി. പിന്നീട് ഞാൻ എൻ്റെ എക്സാംസ് എഴുതിയത് വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു. So that was my first instant of trying to contain myself into a single path, but utterly failed. After 10 years, 2013, ഞാൻ IT-യിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷങ്ങളായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ജോലി തുടങ്ങുന്നത് ഇൻഫോസിസിലാണ്. ഇൻഫോസിസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, അതൊരു എക്സ്റ്റെൻഡഡ് കോളേജ് ലൈഫാണ്. അപ്പം അവിടെ നമുക്ക് ജോലിയുടെ ഒപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീനിൽ, എൻ്റെ DNA-യിൽ ഈ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക എന്നുള്ളത് കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ കൾച്ചറൽ ക്ലബ്ബിൽ ഞാൻ മെമ്പറാണ്, അവിടുത്തെ ഫിലിം ക്ലബ്ബിൽ ഞാൻ മെമ്പറാണ്, അവിടുത്തെ ആനുവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റിന്റെ ഹൗസ് ക്യാപ്റ്റനാണ്, അവിടുത്തെ ഫുഡ് കോർട്ടിന്റെ കമ്മിറ്റിയിൽ വരെ ഞാൻ മെമ്പറാണ്, എലോങ് വിത്ത് മൈ വർക്ക്. പക്ഷേ ആ സമയമായപ്പോൾ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ഡൗട്ട് ഒക്കെ അടിക്കാൻ തുടങ്ങി. 4 വർഷമായി കരിയർ ഇങ്ങനെ പോയാൽ മതിയോ? കാരണം അതൊരു ആവറേജ് രീതിയിലായിരുന്നു എൻ്റെ കരിയർ പോയിക്കൊണ്ടിരുന്നത്. സോ ഐ നീഡ് ടു ഫോക്കസ്. ഞാൻ IT കരിയറിൽ കൂടുതൽ ഹൈറ്റ്സിലേക്ക് എത്തണം. ഞാൻ ഇവിടെ ഒതുങ്ങി നിന്നാൽ പോരാ, ലോകം കാണണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയും. ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ഐ റിസൈൻ ഫ്രം ഇൻഫോസിസ്. ഐ സെക്യൂർഡ് എ ജോബ് ഇൻ ദുബായ് ആൻഡ് ഐ മൂവ് ടു ദുബായ്. 2013 ജൂണിൽ ഞാൻ ദുബായിലെത്തി. So I started working with a startup. So being a startup, I had to do tech, I had to do sales, I had to do office administration, I had to do daily operations, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. There was nothing other than work. ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകും. I will work till 6 p.m. or 7 p.m. I will come back to my room. I will spend my night probably watching a film or reading a book. This started repeating. Trust me, at the end of the month, അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും I started feeling an emptiness because I was not doing anything else. So again ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ദുബായ് ഷാർജ ബോർഡറിലുള്ള ഒരു റോഡുണ്ട്. ആ റോഡിന്റെ സൈഡിൽ ഒരു എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാത്ത ഒരു വെയിറ്റിംഗ് ഷെഡിൽ എൻ്റെ ഒരു വെൻഡറെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം വീണ്ടും ആലോചിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ദിസ് ഈസ് നോട്ട് മീ. ഐ വെന്റ് ബാക്ക്. ദ നെക്സ്റ്റ് ഡേ ഐ ഫൈൽഡ് മൈ റെസിഗ്നേഷൻ ആൻഡ് ഇൻ 2 months ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തി. സോ 6 months എൻ്റെ 2ാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. 2014 ഞാൻ കൊച്ചിയിൽ തിരിച്ചെത്തുന്നു. ഞാൻ IT-യിൽ ജോയിൻ ചെയ്യുന്നു. എഗെയിൻ ഞാൻ എൻ്റെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഞാൻ വീണ്ടും വന്ന് ജോലിക്ക് കയറിയ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകതയായിരിക്കണം, നേരത്തെക്കാളും എൻ്റെ ഈ മൾട്ടിപ്പിൾ ട്രാക്സ് ആക്ടിവേറ്റഡ് ആയി. ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച്, എൻ്റെ ആദ്യ സിനിമയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഞാൻ എഴുതിയ കഥകൾ പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഇങ്ങനെ പല കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരുന്നു. കുറച്ച് ലൈഫ് എന്താ പറയുക, ഒരു ഹെക്റ്റിക് എന്നൊരു മോഡിലേക്കൊക്കെ ആയപ്പോൾ വീണ്ടും അതേ സംഭവം തിരിച്ചു വന്നു. മൃദുല, ഇങ്ങനെ പോയാൽ പോരാ. 28 വയസ്സായി, കല്യാണം കഴിക്കാറായി, കുടുംബം ആവാറായി. സോ യു നീഡ് ടു ഫോക്കസ്. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കണം, നമുക്ക് ജോലിയിലേക്ക് തിരിച്ചു വരണം, IT കരിയർ ബിൽഡ് ചെയ്യണം എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ട്സ് വന്നു തുടങ്ങിയ സമയത്ത് ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ എടുത്തു ചാടിയില്ല. ഐ റെട്രോസ്പെക്റ്റഡ്. ഞാൻ ഇതുവരെ സഞ്ചരിച്ച വഴികളിലൂടെ ഒന്ന് തിരിച്ച് യാത്ര ചെയ്തു. ഞാൻ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ അനലൈസ് ചെയ്തു. And I realized one thing. The chaos in my life was not because I was doing a lot of things. എൻ്റെ ലൈഫിലെ chaos ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ലൈഫിനെ, എൻ്റെ ഐഡന്റിറ്റിയെ ഒരു സിംഗിൾ ലേബലിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. Whenever I was trying to do that, it was giving me immense pressure and stress. ഒരുപക്ഷെ നമ്മുടെ ഒരു അപ്ബ്രിങ്ങിന്റെയും സോഷ്യൽ സെറ്റപ്പിന്റെയും ഒക്കെ ഒരു റിസൾട്ട് ആയിരിക്കണം നമുക്ക് ഈ 1 സ്ട്രെയിറ്റ് പാത്ത് എന്നതിനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഒരു ഡിഗ്രി, ഒരു ജോലി, ഒരു കരിയർ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച് വളർന്നു വന്നിട്ടുള്ളത്. അതൊരിക്കലും തെറ്റായ ഒരു ധാരണയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ ദ പ്രോബ്ലം ഈസ്, എപ്പോഴാണോ നമ്മൾ ഒന്ന് വഴിമാറി ചിന്തിക്കാൻ തുടങ്ങുന്നത്, whenever I think about something in parallel to my primary career, I will start panicking and I will get confused.
After all this analysis and retrospections, at that point of time, എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിരുന്നു. I was not confused. I was not having any clarity issues. ഞാൻ മൾട്ടി ഡയമെൻഷണൽ ആണ് എന്ന ഒരു റിയലൈസേഷനിലേക്കാണ് ഞാൻ എത്തിയത്. When I say that I am multi-dimensional, please don't think that ഞാൻ എൻ്റെ ഇൻവോൾവ് ആയിരിക്കുന്ന ഡയമെൻഷനിലെല്ലാം ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര സംഭവമാണെന്ന്, അങ്ങനെ ഒന്നുമല്ല. I may be, or rather I am, a work in progress in most of the things. പക്ഷേ എനിക്കറിയാം, this chaos is not caused by all these things എന്നുള്ളത്. സോ എൻ്റെ ഈ ജേർണിയിൽ എനിക്ക് 3 കാര്യങ്ങളാണ്, 3 റിയലൈസേഷൻസ് ആണ് ഉണ്ടായത്. ആൻഡ് ഐ വാണ്ട് ടു ഷെയർ ദോസ് 3 റിയലൈസേഷൻസ് വിത്ത് യു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ദ ഫസ്റ്റ് തിങ്, ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് കയോസ്. ഒരു സൈലന്റ് ആയ, വളരെ സൗണ്ട് പ്രൂഫ് ആയ റൂമിൽ കയറി ചെന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. ബിക്കോസ് ക്ലാരിറ്റി ഈസ് നോയിങ് which noise to follow, which is the right noise that I need to select, and to do that I need to have a lot of noise around me. In short, I need to have a chaos around me. And the second thing, അത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ, ഒരുപാട് പേര് സ്വയം ചോദിക്കുന്ന ചോദ്യമൊക്കെ ആയിരിക്കും, പാഷൻ ആൻഡ് പ്രൊഫഷൻ. പാഷൻ ആൻഡ് പ്രൊഫഷൻ need not compete with each other. ഒന്നില്ലാതായാലേ മറ്റൊന്ന് വളരൂ എന്നത് വളരെ സെലിബ്രേറ്റഡ് ആയ ഒരു മിത്താണ്. ബോത്ത് ക്യാൻ കോംപ്ലിമെന്റ് ഈച്ച് അതർ, ബോത്ത് ക്യാൻ ഫീഡ് ഈച്ച് അതർ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാഷനിൽ ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ പാഷന്റെ ട്രേറ്റ്സ് നിങ്ങളുടെ പ്രൊഫഷനിലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോ മോസ്റ്റ് ഓഫ് മൈ ഡേയ്സ്, ആസ് ഐ മെൻഷൻ ഇൻ ദ ബിഗിനിങ്, ഒരു പ്രൊഫഷണൽ വർക്ക് സ്പേസിലാണ്. സോ the same professional workspace traits I have tried to bring into my creative space also. Okay. സോ ഞാൻ എൻ്റെ ഒരു പിച്ച് മീറ്റിങ്ങിന് പോകുന്നു. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പിച്ച് ചെയ്യാൻ ഒരു ആക്ടറിൻ്റെ അടുത്തോ, ഒരു ഡയറക്ടറിൻ്റെ അടുത്തോ, ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തോ പോകുമ്പോൾ ഐ കൺസിഡർ ദോസ് പിച്ച് മീറ്റിംഗ്സ്, ഐ പ്രിപ്പയർ ഫോർ ദോസ് പിച്ച് മീറ്റിംഗ്സ് ഇൻ ദ സെയിം വേ ആസ് ഐ പ്രിപ്പയർ ഫോർ എ ക്ലയൻറ്റ് മീറ്റിംഗ്. ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഞാൻ എൻ്റെ IT കരിയറിൽ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതേ ഫോക്കസോടെയും അതേ പ്രൊഫഷണലിസത്തോടെയുമാണ് ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പിച്ച് മീറ്റിംഗ്സിനെയും ഹാൻഡിൽ ചെയ്യുന്നത്. കമ്മിങ് ടു മൈ ക്രിയേറ്റീവ് സ്പേസ്, അവിടെ എല്ലാത്തിനെയും ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഇമാജിനേഷനാണ്, നമ്മുടെ ഭാവനയാണ്. ഫ്രം ദ വെരി സ്ക്രാച്ച് വി ആർ ബിൽഡിംഗ് ക്യാരക്ടേഴ്സ്, വി ആർ ബിൽഡിംഗ് സ്റ്റോറി വേൾഡ്സ്, ആൻഡ് ദിസ് സെയിം തിങ് is helping me in creating, probably designing databases or designing products. There you need a lot of imaginations. എവിടേക്കോ കിടക്കുന്ന 100,000 ടേബിളുകളെ അതിൻ്റെ അകത്ത് ഡാറ്റേനെ ഇമാജിൻ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരുന്ന ക്വറികൾ എഴുതണമെങ്കിൽ യു നീഡ് ടു ഹാവ് എൻ ഇമാജിനേഷൻ. അതായത് ഇമാജിനേഷൻ ഫൈൻ ട്യൂൺഡ് ആവുന്നത് എൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ നിന്നാണ്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഡെഫിനറ്റ്ലി ഇത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ്. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്, കോഡിംഗ് പഠിക്കുന്നത് എന്തിനാണ്? പ്രോബ്ലം സോൾവിംഗിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ സെയിം തിങ് ഹാസ് ഹെൽപ്ഡ് മീ in my journey as a writer, in my journey as a producer. കാരണം അവിടെയും നമുക്ക് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യേണ്ടത്, അവിടെയും നമുക്ക് റോഡ് ബ്ലോക്സ് ആണ് ടാക്കിൾ ചെയ്യേണ്ടത്. സോ ഇൻ ഷോർട്ട്, passion and profession can complement each other. And the third thing, the most important thing, perception creates clarity. നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് ക്ലാരിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലുക്ക് അറ്റ് ദ തിങ്സ്. ഇപ്പം എൻ്റെ ഒരു ലൈഫ് വളരെ അപ്പ് ക്ലോസിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു ലൈഫാണെന്നുള്ളതായിരിക്കും ഫീലിംഗ്. എനിക്കും തോന്നാറുണ്ട്, ഞാൻ വളരെ അടുത്ത് നിന്ന് എൻ്റെ ലൈഫിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ. ബട്ട് ഇഫ് ഐ ടേക്ക് കപ്പിൾ ഓഫ് സ്റ്റെപ്സ് ബാക്ക് ആൻഡ് ലുക്ക് ഇറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്, ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിസൈൻ, ഇറ്റ് ഹാസ് എ പാറ്റേൺ. ഞാൻ എഴുതിയിട്ടുള്ള ലൂക്കയിലെ തന്നെ ഒരു ഡയലോഗ് കടമെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ അലങ്കോലത്തിലൊക്കെ ഒരു അലങ്കാരമുണ്ട്, അവിടെ ഒരു ഓർഡർ ഉണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഐ വിൽ ഇൻട്രൊഡ്യൂസ് എ വെരി ഇൻട്രസ്റ്റിംഗ് മലയാളം വേർഡ് ടു യു. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ശബ്ദ താരാവലിയിൽ ഒന്നും കാണാൻ പറ്റില്ല, ഇതിനൊരു ആക്യുറേറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ടാവില്ല. ദാറ്റ് വേർഡ് ഈസ് കോൾഡ് ലാവണ്യദൂരം. ലാവണ്യദൂരം. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഏത് ദൂരത്തിൽ നിന്ന് നോക്കുമ്പോഴാണോ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്നത്,
അതാണ് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ സിറ്റുവേഷന്റെ ലാവണ്യ ദൂരം. സോ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ ലാവണ്യ ദൂരം ഓഫ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫേസ്. ഇത് മൂന്നുമാണ് എനിക്ക് എൻ്റെ സോഫാറുള്ള ജേർണിയിൽ നിന്ന് കിട്ടിയ 3 ടേക്ക് അവേസ് ഉള്ളത്. 2009 ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കി. ദിസ് ഈസ് 2026. So 17 long years. In these 17 long years, I have assumed a series of roles. Like I have worked in multiple IT organizations. I wrote 2 films. ഞാൻ കഥകൾ എഴുതി. ഞാൻ വളരെ നിഷായിട്ടുള്ള ഫാൻ ഫിക്ഷൻ എന്നൊരു ജോണറിൽ മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഞാൻ പ്രൊഡ്യൂസറിന്റെ റോൾ ചെയ്യുന്നു. എനിക്കൊരു ഫാമിലി ഉണ്ട്. ഐ ഹാവ് എ ലവ്ലി വൈഫ്, ബ്യൂട്ടിഫുൾ കിഡ്സ്, മൈ സോഷ്യൽ സർക്കിൾ, മൈ ഫ്രണ്ട് സർക്കിൾ, ഞാൻ ഭാഗമായിരിക്കുന്ന സംഘടനകൾ. സോ എൻ്റെ ലൈഫിനെ 2 രീതിയിലാണ് ആളുകൾ ജഡ്ജ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നോട് വന്ന ആളുകൾ പറയാറുണ്ട്, മൃദുലിന്റെ ലൈഫ് വളരെ ഹാപ്പനിങ് ആണല്ലോ എന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ഓൾസോ ഹേർഡ് ദ കമന്റ് ദാറ്റ് മൃദുലിന്റെ ലൈഫ് വളരെ ഹെക്റ്റിക് ആണല്ലേ, വളരെ കയോട്ടിക് ആണല്ലേ എന്നുള്ളത്. ആൻഡ് ഐ അഗ്രി ടു ബോത്ത് ദീസ് പീപ്പിൾ. ലൈക്ക് എൻ്റെ ലൈഫ് ഹാപ്പനിങ് ആണ്, എൻ്റെ ലൈഫ് കയോട്ടിക്കും ആണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എടുത്തു മാറ്റിയിട്ട് എൻ്റെ ലൈഫിലേക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാമെന്ന ധാരണ എനിക്കിപ്പോൾ ഇല്ല. Now I realize that this very chaos is bringing the best out of me. It is giving me the direction, or in short, this chaos is my compass. So let me conclude. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, ഒരു ചിന്തയുണ്ട്. സിംപ്ലിസിറ്റി ബ്രിങ്സ് ഇൻ ക്ലാരിറ്റി എന്നുള്ളത്. ലൈഫ് എത്രത്തോളം സിമ്പിൾ ആകാമോ അത്രയും ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത്. ബട്ട് ദ ഫാക്ട് ഈസ്, ലൈഫ് സിമ്പിൾ ആവുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സംഭവമാണ്. ലുക്ക് അറ്റ് ദ വേൾഡ് അറൌണ്ട് യു, ലുക്ക് അറ്റ് ദ യൂണിവേഴ്സ്. ഇറ്റ്സ് ഓൾ കോംപ്ലിക്കേറ്റഡ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ, ഇറ്റ്സ് കോംപ്ലെക്സ്. ഇതിന്റെ ഒരു മൈക്രോകോസമാണ് നമ്മളും നമ്മുടെ ലൈഫും ഒക്കെ. സോ ഇറ്റ് ഈസ് ought to have chaos and complexities. But the moment you stop fighting with your struggles, you stop fighting with your chaos and try to understand what this chaos is trying to tell you, what's the direction this chaos is taking you to, what this chaos is trying to build, clarity will automatically come to your life. So നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും ഖയോസ് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഖയോട്ടിക് ആണല്ലോ എന്നുള്ളതല്ല. ദ റൈറ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് ഈ ഖയോസ് എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്? വാട്ട് ദിസ് ഖയോസ് ഈസ് ട്രൈങ് ടു ബിൽഡ് എന്നുള്ളതാണ്. മേ യു ഓൾ ഡിസ്കവർ യുവർ കോമ്പസ്. താങ്ക് യു സോ മച്ച്.